ഈ തുടക്കത്തിലൊരു ഡോക്ടർ, ജാതകത്തിൽ ഡോക്ടറാകുന്നു എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ തല്ലിക്കൊന്നാലും ഞാൻ ഡോക്ടറാകില്ല എന്ന് ചിന്തിച്ച ആ ഒരു സമയമുണ്ടല്ലോ, മറ്റേ ആ ഒരു എക്സിബിഷൻ കണ്ടപ്പോൾ. അപ്പോൾ അവിടുന്ന് ആ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ വായനയിലേക്ക് തിരിഞ്ഞു. പിന്നെ അപ്പോൾ ഈ സിവിൽ സർവീസ് എന്നുള്ള ഒരു ചിന്ത അത് എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്? അത് എനിക്ക് അച്ഛനെ പോലെ ഒരു കോളേജ് അധ്യാപികയാകണം, എനിക്ക് ഡോക്ടർ ആവണ്ട എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാൻ കോളേജ് അധ്യാപിക എന്നുള്ള രീതിയിലാണ് പഠിച്ചതും. ഇംഗ്ലീഷ് സാഹിത്യം എടുത്ത് പഠിച്ചു, ഗ്രാജുവേഷനും PGയും പഠിച്ചു. അതിന് ശേഷം ഞാൻ MPhil ചെയ്യാൻ പോയി. അപ്പോൾ MPhilൻ്റെ സമയത്താണ് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ടീച്ചർ, എൻ്റെ ഗുരുനാഥ ഹൃദയകുമാരി ടീച്ചർ എന്നോട് പറഞ്ഞു, എന്തിനാ ശ്രീലേഖ ഇങ്ങനെ MPhil ഒക്കെ ചെയ്ത് സമയം കളയുന്നത്, അതിനേക്കാളും യു ഹാവ് എ സിവിൽ സർവീസ് ഇൻ യു, സിവിൽ സർവീസ് മെറ്റീരിയലാണ് കുട്ടി, അതുകൊണ്ട് പോയി സിവിൽ സർവീസ് എഴുതാമെന്ന്. അപ്പം എനിക്ക് 16 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിക്കുന്നു. എൻ്റെ കുടുംബത്തിലോ വീട്ടിലോ പരിചയമുള്ളവരോ ആരും സിവിൽ സർവീസ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ ഇത് ചെയ്യും, ഇനി എന്നെക്കൊണ്ട് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ പറയുന്നു, എന്നിൽ ആ ടീച്ചർ എന്തോ കണ്ടു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം അപ്പോഴാണ് പൊട്ടിമുളച്ചത്. ആ സമയം എനിക്ക് ഓൾറെഡി ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് 22 വയസ്സ് എത്താറായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ആദ്യം തൊട്ടേ തുടങ്ങേണ്ട ഒരു കാര്യം വന്നായിരുന്നു.